ഇതാണ് നിന്നെ മെഡിക്കൽ കോളേജുകളുടെ ഷോർട്ട് കട്ട്. മെഡിക്കൽ കോളേജ് രോഗി കാണാൻ നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. എടുക്ക് അങ്ങോട്ട് പോലെ. ഇതല്ലേ മെഡിക്കൽ കോളേജ്? എന്തോരം പേരാ ഇതിലവനെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിലേ ഒരുമാതിരി കടലിൽ ചൂണ്ടണ ഏർപ്പാടായിപ്പോ. അകത്ത് പോയ റേഞ്ചും ഉണ്ടാവില്ല. പുറത്തുനിന്ന് വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി തെറ്റും ചെയ്യും. എന്താ ചേച്ചിന്റെ നിലത്തേർത്തോക്കണവര്? എടാ വാർഡിൽ ബെഡില്ലാത്തവരെ നിലത്താക്കെടുത്ത അവന് ഇവിടെയും ഇല്ലാട്ടാ. താൻ നല്ല ഹോട്ടലിൽ കയറി നോക്കണ. എടാ ഫുഡ് വാങ്ങിക്കാൻ പോക്കാന്ന് പറഞ്ഞു കേട്ടില്ല അവര്. അവനെ ബോഡി നോക്കണ ചെക്കന തീറ്റ പ്രാന്തള്ളതാ. അവനല്ല പ്രാന്തുണ്ട് അവിടെ നിന്ന് ഇത്ര ദൂരം വന്നിട്ട് ഇവിടെ വന്ന് കിടക്കാൻ. അല്ല വീടിന്റെ അടുത്ത് വല്ലതും നോക്കിയാ മതി. ഒരാളെ വിളിച്ചാ കിട്ടണില്ല. വാ അവിടെ പോയി നോക്കാൻ. നീ ഇതേ ദൂതാമില്ല പോയി നിൽക്കണ. എത്ര നേരമായി വിളിക്കണേ? ഞങ്ങള് രാവിലെ ഇറങ്ങിയതാ. ഇവിടെ വന്നിട്ട് കുറെ നേരമായി കിടന്ന് കറങ്ങായിരുന്നു. അതൊക്കെ പോട്ടെ. ഇത് എന്ത് കോലണ്ടാ നീ പകുതിയായില്ലോ. ഞാൻ ഡയറ്റില്ലടാ. ഇത് വേറെ ലോകോടാ. നമ്മള് ഈ ഗുരു സിനിമ കണ്ടല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ രാത്രിയില്ല, പകലില്ല, ഊണുമില്ല, ഉറക്കുമില്ല. ഇനി ഫുഡ് കിട്ടുന്നത് ഇതുപോലെ കിട്ടിയതന്നെ കഴിക്കാനൊന്നും തോന്നില്ല. നീ ഫുഡ് കഴിക്കാനാ പറഞ്ഞപ്പോഴേ ഞാൻ ഹോട്ടൽ മുഴുവൻ കയറി ഇറങ്ങി. 2 ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കയറി നോക്കി. ഇന്ത്യൻ കോഫി? ആ ഇവിടെ ഉണ്ട്. നിനക്കറിയില്ല ഇപ്പൊ? ഇവിടെ വന്നിട്ട് ഞാനീ കഴിക്കുന്നത് കണിയാണ്. അത് വല്ലപ്പോഴും ഇറങ്ങാറില്ല. ഇത് 3 നേരം കിട്ടണ്ട. പിന്നെ ഫ്രീ ആടാ. എന്നാ നീ വന്ന ബാക്കി രുചിയുള്ള ഞാൻ വല്ല മനസ്സിലാ. വേണ്ട എടാ, അവിടെ എന്റെ മോൻ കിടക്കുന്നത് അടുത്ത അവള്. അവര് ഈ കഞ്ഞി കഴിക്കണം. എന്നിട്ട് ഞാൻ വന്നിട്ട് എങ്ങനെ എനിക്കെങ്ങനെ കഴിക്കാൻ പറ്റാണ്? ഇറങ്ങൂല. നീ നിന്റെ വണ്ടി മറ്റേ ഓലച്ചിൽ കട്ടിട്ടുണ്ടല്ലേ? അത് ഞാനിപ്പോ ഉപയോഗിക്കാറില്ലല്ലോ. നല്ല വണ്ടിയല്ലോ. കുഴപ്പമില്ല. ഞാനിപ്പോ 80 രൂപ കിട്ടേക്കണേ. നമുക്കൊരു 70 രൂപ കിട്ടിയാൽ കൊടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കടാ. ഓടിച്ച് മടുത്തടാ. എടാ, നമ്മുടെ വീടിന്റെ വാടക കാശില്ലേ? അത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടേ അയച്ചുതരാം. എന്നിട്ട് ഇപ്പൊ ഇല്ല, 2 ദിവസം പിടിക്കും. അപ്പൊ നീ മറ്റേ പുള്ളിക്കൊന്ന് കൊടുത്തേക്കണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കിടന്ന് വെച്ചിരുന്നു നമ്മള് മുങ്ങിയടക്കായിരുന്നു വിചാരിക്കും. എടാ, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. വേറൊന്നല്ല, ഇതിന് ചൂടാറിയാലേ അവിടെ ചൂടാവും. അതെ, നീ കയ്യിൽ വെച്ചോ. ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി നീ വിൽക്കണ്ട കേട്ടാ. അവിടെ ഇരിക്കും. ശരിടാ. അവന് ശരീരം കാണാൻ പറ്റണ കാരണം നമുക്ക് മനസ്സിലായത് പകുതിയായിരുന്നു. അവൻ്റെ മനസ്സ് കാണാൻ പറ്റുകയാണെങ്കിലേ അതുണ്ടാവില്ല, ചത്തുണ്ടാവും. എത്ര കഷ്ടപ്പെട്ടാന്നറിയാം അവൻ ആ ബുള്ളറ്റ് കാണിച്ചെടുത്ത. എന്നിട്ട് അവൻ പറയാ ഓടിച്ച് മടുത്തു.